ഒന്ന് രണ്ട് കെമിക്കൽ പ്രോപ്പർട്ടീസാണ് നമുക്ക് നോക്കാനുള്ളത്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ഷൻസ്. ഓക്കെ, സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവം. അപ്പോൾ ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഡിഫർ ഇൻ ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് അണ്ടർഗോ വേരിയസ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഒബ്വിയസ്ലി മെറ്റലും നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടീസിൽ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആവുന്ന സാഹചര്യത്തിൽ അവരുടെ റിയാക്ഷൻ കെമിക്കൽ പ്രോപ്പർട്ടീസിലും കെമിക്കൽ റിയാക്ഷൻസിലും ഡിഫറൻസ് വേണം. അപ്പോൾ നമ്മളുടെ മെറ്റല് അറ്റ്മോസ്ഫിയറിക് എയർ, നമ്മുടെ വായുവില്ലേ, വായുവായിട്ട് റിയാക്ട് ചെയ്യുക. മോസ്റ്റ് മെറ്റൽ റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ ടു ഫോം കറസ്പോണ്ടിങ് ഓക്സൈഡ്സ്. അപ്പോൾ എന്താണ്, എല്ലാ മെറ്റലും ഈ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം അങ്ങനത്തെ ഈ അങ്ങനെയുള്ള ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസാണ് ഇവരൊക്കെ. അപ്പോൾ നോബിൾ മെറ്റൽസ് എന്നൊക്കെ പറയും. ഈ നോബിൾ ഗ്യാസ് അങ്ങനെ കൂടുതൽ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കാത്തവരല്ലേ. നമ്മുടെ 18th ഗ്രൂപ്പിൽ വരുന്ന ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലെ പോലെ ഇവരെ നമ്മൾ നോബിൾ മെറ്റൽസ് എന്നാണ് പറയുക. അതായത് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഒന്നും അങ്ങനെ ഇങ്ങനെയും റിയാക്ഷനിൽ പങ്കെടുക്കാത്തവരാണ്. ഓക്കെ, സോ നോർമലി മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ എയർ. നമ്മുടെ എയറിൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സൈഡ്സ് ഉണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മെഗ്നീഷ്യം റിബൺ നമ്മൾ കത്തുന്നത് എന്താ, ആക്ച്വലി കത്തുന്നത് ഓക്സിജനായിട്ടുള്ള റിയാക്ഷൻ അല്ലേ, ഓക്സിഡേഷൻ അല്ലേ കത്തുമ്പോൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വൈറ്റ് പൗഡർ ഉണ്ടാവും. ആ വൈറ്റ് പൗഡർ എന്താണ്, മെഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ് ആയിട്ടുള്ള മെഗ്നീഷ്യം ഓക്സൈഡാണ് ഉണ്ടാവുന്നത്. ബൈ കെമിക്കൽ ഫോർമുല 2Mg plus O2 gives 2MgO. MgO ആണ് എന്ത്, മെഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ ഒരു മെഗ്നീഷ്യം റിബൺ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മെഗ്നീഷ്യം എടുത്തിട്ട് നമ്മൾ എയറിൽ കത്തിക്കുന്നു. അപ്പോൾ നമുക്ക് മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നു, ഒരു വൈറ്റ് പൗഡർ. ഈ വൈറ്റ് പൗഡറിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ MgO plus H2O അവിടെ എന്ത് കിട്ടും, MgOH twice, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, MgOH twice, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഇത് ഒരു ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനാണ്, ബേസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ അതിൽ ഡിപ്പ് ചെയ്ത് നോക്കിയാൽ ആ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്താവും, ബ്ലൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. വിച്ച് മീൻസ് എന്താണ്, അതൊരു ബേസിക് നേച്ചറിലുള്ളതാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. നമുക്ക് അടുത്ത ആസിഡ്സ്, ബേസസ്, സോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലും നമുക്ക് ഇതേ കോൺസെപ്റ്റ് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് പഠിച്ചാൽ നമുക്ക് അവിടെയും അത് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ സം മെറ്റൽസ് ഓൾസോ റിയാക്ട് വിത്ത് മോയ്സ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എയർ. അതായത് നമ്മൾ പറഞ്ഞത് എന്താ, മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ ചില മെറ്റൽസ്, എല്ലാവരും ഒന്നുമില്ല കേട്ടോ, വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് എന്ത് ചെയ്യും, എയറിലെ മോയ്സ്ചറായിട്ടും കാർബൺ ഡൈ ഓക്സൈഡായിട്ടും റിയാക്ട് ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് കോമ്പൗണ്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് മിസ് ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വരുമോ എന്ന് ചോദിച്ചാൽ ചാൻസ് കുറവാണ്. ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഈസ് ബെറ്റർ. അതുകൊണ്ട് മിസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. ഇതെന്താ, ദിസ് ഇസ് സോഡിയം. അപ്പോൾ സോഡിയം എന്താണ് നമുക്കറിയാം, സോഡിയം നല്ല റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റലാണ്. സോ സോഡിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്തുണ്ടാകും, സോഡിയം ഓക്സൈഡ് ഉണ്ടാകും, Na2O. ഈ Na2O വീണ്ടും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ അവിടെ സംഭവിക്കുക, Na2O2 ഉണ്ടാവും. ഇതിന് നമ്മൾ പറയും സോഡിയം പെറോക്സൈഡ്സ് എന്നാണ് പറയുക. പെർ ഓക്സൈഡ്സ്, ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ് H2O2. അതേപോലെയുള്ള ഒരാളാണ്, ഒരു പെറോക്സൈഡാണ് Na2O2, സോഡിയം പെറോക്സൈഡ്. ഇനി ഈ സോഡിയം ഓക്സൈഡ് വാട്ടറുമായിട്ട്, ഇപ്പോൾ മോയ്സ്ചർ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞല്ലേ, അപ്പോൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഉണ്ടാകുന്നത് NaOH ആണ്. ഇനി ഈ NaOH കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് വരും, Na2CO3 plus H2O. ദിസ് ഇസ് കോൾഡ് സോഡിയം കാർബണേറ്റ്. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇത് സോഡിയം പെറോക്സൈഡ്, സോഡിയം ഓക്സൈഡ്സ്. ഓക്കെ, അപ്പോൾ സോഡിയം റിയാക്ട് വിത്ത് എയർ or oxygen forms sodium oxide and small amount of sodium peroxide. When these oxides react with other elements in atmosphere such as water, carbon dioxide, it forms compounds like sodium hydroxide, sodium carbonate. അങ്ങനെ
സോഡിയം കാർബണേറ്റും സോഡിയം ഹൈഡ്രോക്സൈഡും ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പൊട്ടാഷ്യം എന്താണ് വർക്ക് ഇൻ ദിസ് വേ. ദാറ്റ് ഈസ് വൈ sodium and potassium are stored in kerosene to avoid contact with atmospheric air. അപ്പോൾ നമ്മൾ ലാബിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സോഡിയം പൊട്ടാഷ്യം ഒക്കെ ഒരു കുപ്പിയിൽ മണ്ണെണ്ണയിലിട്ടിട്ടാണ് വെക്കുക. അതായത് ഒരു ഡാർക്ക് കളറിൽ ബോട്ടിലോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ബോട്ടിലിൽ എന്ത് നിറക്കും? മണ്ണെണ്ണ നിറക്കും. എന്നിട്ട് ആ മണ്ണെണ്ണയിലാണ് നമ്മൾ സോഡിയം പൊട്ടാഷ്യം ഒക്കെ ഇട്ട് വെക്കുക. അതെന്തുകൊണ്ടാണ്? കാരണം അത് എയറുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും എക്സ്പോഷർ വന്നാൽ. അപ്പോൾ ആ എക്സ്പോഷർ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ മണ്ണെണ്ണയിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ടേക്ക് അവേ ചെയ്യേണ്ട പോയിന്റ് എന്താണ്? മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറലി ബേസിക് ഇൻ നേച്ചർ. അപ്പോൾ മെറ്റൽ ഓക്സൈഡ്സ് എല്ലാവരും ജനറലി എന്താണ്? ബേസിക് നേച്ചറുള്ളവരാണ്. അപ്പോൾ മെറ്റൽ ബേസിക് നേച്ചർ ആണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഗസ് ചെയ്യാം നോൺ മെറ്റൽസ് എന്ത് നേച്ചറിലാവും? അസിഡിക് നേച്ചർ. യെസ്, അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഗസ് ചെയ്തു അല്ലേ? നോൺ മെറ്റൽസ് കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സൈഡ്സ്. ഇവരും ഓക്സൈഡ്സ് ആണ് ഉണ്ടാവുക, ബട്ട് ഉണ്ടാവുന്ന ഓക്സൈഡ്സ് അസിഡിക് നേച്ചറിലായിരിക്കും. അപ്പോൾ നമുക്കറിയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അതെന്താണ്? അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഓക്സൈഡ്സ്, നോൺ മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് എന്താണ്? അസിഡിക് നേച്ചറിലാണ്. അതൊക്കെ. ഇനി നിങ്ങൾക്ക് സോഡ അറിയുമല്ലേ? സോഡ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ സോഡ വാട്ടർ എങ്ങനെ ഉണ്ടാക്കുക? സോഡ വാട്ടർ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫോം, ഒരു പതിഞ്ഞു പോകില്ലേ? അതെന്താണെന്ന് എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ? ആ ഒരു കുമിള പോകുന്നത് എന്താന്ന്? ഓക്കെ, ഈ സോഡ വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നോ? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ നമ്മുടെ ഗ്യാസ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോമിൽ നിൽക്കുന്നതാണ്. ഇതിന് നമ്മൾ നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ നോക്കും. ഓക്കെ, നമ്മൾ വെറുതെ അത് ഡിസോൾവ് ചെയ്യില്ല. വിത്ത് യൂസിങ് ഹൈ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ആവും. അങ്ങനെ ഡിസോൾവ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സൊല്യൂഷൻ ഇല്ലേ, ഒരു ഗ്യാസ് ആണെങ്കിലും അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ ദ സൊല്യൂഷൻ ഇസ് കോൾഡ് കാർബോണിക് ആസിഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഈസ് കാർബോണിക് ആസിഡ്. H2CO3 എന്നാണ് അതിന് എഴുതുക. ഈ കാർബോണിക് ആസിഡ് എന്താണ്? അസിഡിക് നേച്ചറാണ്. നമുക്ക് ലിറ്റ്മസ് പേപ്പർ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ അതിൽ ഡിപ്പ് ചെയ്ത് നോക്കി അത് റെഡ് കളറായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഒബ്വിയസ്ലി പേരിലുണ്ടല്ലോ ആസിഡ്, അത് അസിഡിക് നേച്ചറുമാണ്. അപ്പോൾ സോഡ വാട്ടർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സോഡ വാട്ടർ ഈസ് എ ഫോം ഓഫ് കാർബണേറ്റഡ് വാട്ടർ ക്രിയേറ്റഡ് ബൈ ഇൻഫ്യൂസിങ് വാട്ടർ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അണ്ടർ പ്രഷർ റിസൾട്ടിങ് ഫോർമേഷൻ ഓഫ് ബബിൾസ്. അപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് എന്താണ്? ആ എയർ എസ്കേപ്പ് ചെയ്യാൻ, ആ എയർ മീൻസ് അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നല്ല പ്രഷറിൽ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കല്ലേ. അപ്പോൾ നമ്മൾ ആ കുപ്പി അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പതഞ്ഞു പോകും. കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യും പെട്ടെന്ന്, കാരണം അണ്ടർ ഹൈ പ്രഷറിലാണ് അതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് അവിടെ പ്രഷർ കുറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുകയാണ്, ആ ഒരു പതഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടീസും, കെമിക്കൽ പ്രോപ്പർട്ടിയും ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഒക്കെ. അപ്പോൾ ഇനിയുള്ളൊരു സംഭവമാണ് കൊറോഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്, കൊറോഷൻ. ഓക്കെ, എന്താ കൊറോഷൻ? നിങ്ങൾ കണ്ടിട്ടില്ലേ കൊറോഷൻ? ഈ ജനലിൻ്റെ കമ്പികളും അല്ലെങ്കിൽ പുറത്തിടക്കുന്ന ആണികളൊക്കെ അല്ലേ, നെയിൽ ഇരുമ്പിൻ്റെ ആണികളൊക്കെ, അതിനൊക്കെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടാകും. ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ കളർ ഇങ്ങനെ സംഭവം, ഒരു കോട്ടിങ് പോലെ വന്നിട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പാരൻസൊക്കെ പറയാം, ആ ഇത് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് മാറ്റണം, ഇത് തുരുമ്പ് പിടിച്ചു എന്നൊക്കെ പറയും. ഈ പൈപ്പിൻ്റെ സംഭവങ്ങളോ ജനലിൻ്റെ കമ്പികളോ അങ്ങനെയുള്ള സംഭവങ്ങൾ, ആണികളോ. അതേപോലെ നമ്മളുടെ അടുക്കളയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ്, ഇപ്പോൾ ഇരുമ്പിൻ്റെ കത്തിയൊക്കെ ആണെങ്കിൽ അത് നമ്മൾ വെറുതെ ഇപ്പോൾ സിങ്കിൻ്റെ അടുത്തൊക്കെ നമ്മൾ അതിനെ എടുത്തു വെക്കാതെ വെച്ചിട്ട് പോയാൽ രാവിലെ വരുമ്പോഴോ, രാവിലെ എന്ന് പറഞ്ഞാൽ അത്ര
റാപ്പിഡായിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിലും നമ്മൾ യൂഷ്വലി അങ്ങനെ സിങ്കിൻ്റെ അടുത്ത് ഈ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കത്തി വെച്ച് പോവും. അതേപോലെ നാരങ്ങയൊക്കെ കട്ട് ചെയ്താൽ നമ്മൾ കഴുകുമൊന്നുമില്ല, അതങ്ങനെ വെക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ കത്തി പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ള റീസൺ എന്ന് പറയുന്നത് ആ പ്രോസസ്സിനെ നമ്മൾ പറയും കൊറോഷൻ. ഓക്കെ, കൊറോഷൻ. അപ്പോൾ കൊറോഷൻ എന്താ? കൊറോഷൻ ഇസ് ദ പ്രോസസ് വേർ മെറ്റൽ റിയാക്ട് വിത്ത് ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓഫ് എയറിലെ കോമ്പണൻസ് ആയിട്ടുള്ള ഓക്സിജൻ, മോയ്സ്ചർ എക്സെട്ര, ആൻഡ് ഫോംസ് വേരിയസ് കോമ്പൗണ്ട് ലീഡിങ് ടു ദെയർ ഡീറ്ററേഷൻ. അതായത് നമ്മളുടെ മെറ്റൽ നമ്മുടെ എയറിലുള്ള ഓക്സിജനോ മോയ്സ്ചറോ ആരെങ്കിലും ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ്ലി റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ വേറെ പല കോമ്പൗണ്ട്സും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മെറ്റൽ ഡിറ്റോർ ചെയ്യും, കേടുവരാൻ തുടങ്ങും. ഓക്കെ, സോ ഇറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് പ്രോസസ് ദാറ്റ് അഫക്ട് ദ ഇൻറ്റഗ്രിറ്റി ആൻഡ് ലൈഫ് സ്പാൻ ഓഫ് എ മെറ്റൽ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഓബ്വിയസ്ലി നമ്മുടെ മെറ്റൽ ഇങ്ങനെ വേറെ ഉള്ള കോമ്പൗണ്ടായിട്ട് ഡീറ്റോർ ചെയ്ത് പോകുന്ന സമയത്ത് മെറ്റലിൻ്റെ ആയുസ് കുറയും. അതായത് മെറ്റൽ പെട്ടെന്ന് തുരുമ്പൊടിച്ച് കേട് വരും, പിന്നെ പൊട്ടിപ്പോവും, അങ്ങനെയൊക്കെ. ഇരുമ്പിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇഷ്യൂ വന്നാൽ അത് പിന്നെ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം അത് കേട് വന്നു. ഓക്കെ, അപ്പോൾ അയണിനാണല്ലോ നല്ല റസ്റ്റിങ്. ഇരുമ്പ് തുരുമ്പ് പിടിച്ചതാണല്ലോ നമ്മളെപ്പോഴും നോർമലി കേൾക്കുക. അപ്പോൾ ഈ തുരുമ്പ് എങ്ങനെ വന്നു? റസ്റ്റിംഗ് എന്നാ പറയാം, റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പ് പിടിച്ചത്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ മിസ് ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇരുമ്പിൻ്റെ ആണിയും കുറച്ച് സൊല്യൂഷൻസും തമ്മിലുള്ള, അല്ലെങ്കിൽ കുറച്ച് സബ്സ്റ്റൻസും തമ്മിലുള്ള ഒരു റിയാക്ഷൻ, എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താ പറഞ്ഞത്? 4 ടെസ്റ്റ് ട്യൂബ്സ് എടുക്കാൻ പറഞ്ഞു. ആ 4 ടെസ്റ്റ് ട്യൂബിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് എടുത്തു വിത്ത് ഇരുമ്പ് നെയിൽ. ഓക്കെ, ഇരുമ്പിൻ്റെ ആണിയും 4 ഡിഫറെൻറ്റ് സബ്സ്റ്റൻസും നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബ് കവർ ചെയ്ത് കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ട് പിന്നെ എടുത്ത് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒബ്സർവേഷൻ. അത് നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നൊക്കെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തു, പ്യുവർ വാട്ടറും നെയിലും ഇട്ടു. ഓക്കെ, ഒരു ടെസ്റ്റ് ട്യൂബ്, അതിൽ നമ്മൾ വാട്ടർ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയിലിട്ടു. ഓക്കെ, ആണിയിട്ടു. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ വെള്ളമാണ് അവിടെ ഉള്ളത്. വെള്ളം ഉണ്ടാകുമ്പോൾ അവിടെ എയർ വരും, മോയ്സ്ചർ ഫോർ ദ നെയിലും. വെള്ളമാണ്, സോ മോയ്സ്ചർ കണ്ടന്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് എടുത്തു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സോൾട്ട് സൊല്യൂഷൻ, ഉപ്പുവെള്ളം, ഇപ്പം നമ്മൾ നോർമൽ നമ്മുടെ ഉപ്പാണെന്ന് വിചാരിച്ചു, NaCl ഇല്ലേ, സോൾട്ട് സൊല്യൂഷനും ആ സൊല്യൂഷനിലോട്ട് നമ്മൾ നെയിലിനിട്ടു, ആണിയിട്ട് വെച്ചു. അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? എയർ ഉണ്ട്, മോയ്സ്ചർ ഉണ്ട്, പിന്നെ അതിൽ നമ്മൾ ഡിസോൾവ് ചെയ്ത സോൾട്ടും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NaCl ആണെങ്കിൽ NaCl ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾട്ടിന് ഈ റസ്റ്റിങ്ങിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കിയത്. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ്. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ വാട്ടർ നന്നായിട്ട് ബോയിൽ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ബോയിൽ ചെയ്ത വാട്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ നെയിലിനിട്ട് വെച്ചു. ഓക്കെ, ബോയിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ടർ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഓക്സിജൻ, ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത ഓക്സിജൻ ഒക്കെ തിളക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലോട്ട് എസ്കേപ്പ് ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോയിൽഡ് ആയിട്ടുള്ള വാട്ടർ എടുത്തത്. അപ്പോൾ അവിടെ എന്തില്ല? ഓക്സിജൻ ഇല്ല, ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ ഇല്ല. എയറിലെ ഓക്സിജൻ്റെ കോണ്ടാക്റ്റ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഈ തിളപ്പിച്ച വെള്ളമില്ലേ, ബോയിൽഡ് വാട്ടറും നെയിലും ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് വെച്ചു. ഓക്കെ, അപ്പോൾ ഓയിൽ ഒഴിച്ചാൽ പിന്നെ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിലുള്ള അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് ഈ വാട്ടറിന് കോണ്ടാക്റ്റ് വരില്ല. അതവിടെ ഒരു കവർ പോലെയാണ് നിൽക്കുക, ഓയിൽ ലെയർ. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലുള്ള ഓക്സിജൻ, മെജോറിറ്റി ഓക്സിജനും എസ്കേപ്പായി. ആ എസ്കേപ്പായ ആ സൊല്യൂഷനിലോട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ആണീനെ ഇട്ടു, ഇരുമ്പിൻ്റെ ആണി. എന്നിട്ട് നമ്മൾ അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എയറുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവിടെ സീൽ ചെയ്യപ്പെടുകയാണ്.
സോ എയറിന്ന് പിന്നെ ഓക്സിജൻ ഡിസോൾവ് ചെയ്യില്ല നമ്മുടെ വാട്ടറിലോട്ട്. ഓക്കെ, പിന്നെ അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിൽ ഓക്സിജൻ ഇല്ല, ഓക്സിജൻ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. പിന്നെ മോയ്സ്ചർ ഉണ്ട്, വാട്ടർ ഉണ്ടല്ലോ. പിന്നെ 4ാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് നെയിൽ. ഈ അൺഹൈഡ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഇല്ലാത്തത് എന്നാണ് നമ്മളവിടെ ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അൺഹൈഡ്രസ്, അപ്പോൾ അവിടെ മോയ്സ്ചർ ഉണ്ടാവില്ല. സോ അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം ക്ലോറൈഡും ആനയും എടുത്തു. ഈ അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡിനെ നമ്മൾ വേറൊരു പേര് പറയും ക്വിക്ക് ലൈം. ക്വിക്ക് ലൈം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രൈയിങ് ഏജന്റ് ആൻഡ് എഫക്റ്റീവ്ലി അബ്സോർബ് എനി മോയ്സ്ചർ പ്രസന്റ് ഇൻ ദ എയർ. ഈ കാൽഷ്യം ക്ലോറൈഡ് നമ്മുടെ എയറിലുള്ള മോയ്സ്ചറിനെ തന്നെ അത് വലിച്ചെടുക്കും. കാരണം ഇതിൽ മോയ്സ്ചർ ഇല്ല. ഇപ്പം നമ്മൾ നോർമൽ കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ ചിലപ്പോൾ ഇത്രയ്ക്ക് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യില്ല, കാരണം അവർക്ക് ഓൾറെഡി മോയ്സ്ചർ അക്വയർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവർ എയറിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് വലിച്ചെടുക്കില്ല. ബട്ട് ഈ ഒരു അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മളുടെ എയറിലുള്ള മോയ്സ്ചറിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. സോ ആ ടെസ്റ്റ് ട്യൂബിൽ കാൽഷ്യം ക്ലോറൈഡിന് ഇട്ട സ്ഥിതിക്ക് അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡിന് ഉണ്ടാവുന്ന അവസ്ഥയിൽ ഈ ടെസ്റ്റ് ട്യൂബിൽ എയർ ഉണ്ടാവും, പക്ഷേ മോയ്സ്ചർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ 4 ടെസ്റ്റ് ട്യൂബ് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്തു വിത്ത് അയൺ നെയിൽ. എന്നിട്ട് നമ്മൾ അതിനെ ടൈ ചെയ്ത് കുറച്ച് ദിവസം അവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ നിരീക്ഷിച്ചു. അപ്പം എന്ത് നമ്മൾ കണ്ടു? ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ച ആണി നോക്കി. അപ്പോൾ അവിടെ എന്തുണ്ട്? റസ്റ്റിങ്ങിൻ്റെ സൈൻ ഉണ്ട്. അതായത് ആണിക്ക് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. റസ്റ്റ് അപ്പിയറൻസ് ഓൺ ദ സർഫേസ് ഓഫ് നെയിലിൻ്റെ സർഫേസിൽ ആരിൻ്റെ റസ്റ്റ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ ഫാസ്റ്റർ ആൻഡ് മോർ എക്സ്റ്റെൻസീവ് റസ്റ്റിംഗ് കമ്പയർ ടു ടെസ്റ്റ് ട്യൂബ് 1. സെക്കൻഡ് എടുത്ത് നോക്കിയപ്പോൾ സോൾട്ട് സൊല്യൂഷനിൽ നമ്മൾ ഇട്ട് വെച്ച നെയില്, അപ്പോൾ അത് ആദ്യത്തെ നെയിലിനേക്കാളും റസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, ഫാസ്റ്റർ ആൻഡ് മോർ എക്സ്റ്റെൻസീവ് റസ്റ്റിംഗ് വെൻ കമ്പയർ ടു ടെസ്റ്റ് ട്യൂബ് 1. പിന്നെ 3ാമത്തെയും 4ാമത്തെ ടെസ്റ്റ് ട്യൂബിൽ റസ്റ്റ് ഒന്നുമില്ല. അതായത് അവിടെയുള്ള നെയിലൊക്കെ ഇട്ട പോലെ തന്നെയാണ് നിൽക്കുന്നത്, അവർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒബ്സർവേഷൻ വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എസെൻഷ്യൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ റസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പോൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, നെസസിറ്റി ഓഫ് എയറിൽ പെർട്ടിക്കുലർലി ഓക്സിജൻ ആണ് വേണ്ടത് കൂടുതലായിട്ട്. പിന്നെ നെസസിറ്റി ഓഫ് മോയ്സ്ചർ, ആക്സിലറേഷൻ ബൈ സോൾട്ട്, ആക്സിലറേറ്റഡ് ബൈ ആസിഡും സോൾട്ടും ഉണ്ടെങ്കിൽ, ആസിഡിന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, ഇപ്പോൾ മിസ് പറഞ്ഞില്ലേ, നമ്മൾ ഇരുമ്പിൻ്റെ കത്തി കൊണ്ട് നാരങ്ങ മുറിച്ചിട്ട് അങ്ങനെ നിങ്ങൾ വെച്ച് പോയി നോക്കൂ. രാത്രി മുറിച്ചിട്ട് രാവിലെ വന്ന് നോക്കിയാൽ നമുക്ക് ആ തുരുമ്പിൻ്റെ അംശം ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആസിഡും സോൾട്ടും ഈ ഒരു റസ്റ്റിങ്ങിനെ ആക്സിലറേറ്റ് ചെയ്യും, സ്പീഡപ്പ് ആക്കും. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് അതിൻ്റെ എസെൻഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ നോബിൾ ഗ്യാസസ് ലൈക്ക് സിൽവർ, ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം ആർ അൺറിയാക്റ്റീവ് ആൻഡ് ഡസ് നോട്ട് കൊറോഡ് ഈസിലി. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ പാരൻസിൻ്റെ ഒക്കെ കയ്യിലുള്ള ഗോൾഡൊക്കെ അവരുടെ കല്യാണ സമയത്തോ അല്ലെങ്കിൽ അവരുടെ കുട്ടിയായപ്പോൾ ഒക്കെ ആ ഒരു സമയത്ത് ഇട്ടതായിരിക്കും. അതായത് അവരുടെ ഒരു യങ് ഏജിലിട്ടത് ഇപ്പോഴും ഗ്രാൻഡ് പാരൻസിൻ്റെ വരെ അവരുടെ കയ്യിൽ വളകളൊക്കെ ഉണ്ടാവും. ചെറിയൊരു തേയ്മാനം വന്നു എന്നല്ലാതെ അതിന് വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ആ ഡിസൈൻ വരെ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ നോബിൾ ഗ്യാസസ് ആണല്ലോ സിൽവറും ഗോൾഡും പ്ലാറ്റിനും ഒക്കെ. അപ്പോൾ അവരങ്ങനെ ഇങ്ങനെയൊന്നും റിയാക്ട് ചെയ്യില്ല, അതുകൊണ്ട് അവർ നശിച്ചു പോവുകയില്ല. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാഷ്യം ഒക്കെ നമ്മൾ കറോസിനിൽ വെക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെയും പറഞ്ഞു. കാരണം ഇവർ എയറുമായിട്ട് ജസ്റ്റ് കോണ്ടാക്റ്റിൽ വന്നാൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പം നമ്മളതിന് മാക്സിമം എയറിൻ്റെ കോണ്ടാക്റ്റ് ഒഴിവാക്കാനാണ് നമ്മൾ നോക്കുക. പിന്നെയോ കോപ്പർ, അലുമിനിയം, മഗ്നീഷ്യം ഇത്തരം മെറ്റൽസും എന്ത് ചെയ്യുന്നുണ്ട്? കൊറോഷന് വിധേയമാവുന്നുണ്ട്. ഓക്കെ, അലുമിനിയം അയണും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. അതാണ് നമ്മൾ ഈ പുളിയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ, എസ്പെഷ്യലി അച്ചാറുകൾ അല്ലെങ്കിൽ പിക്കിൾ ഐറ്റംസും അല്ലെങ്കിൽ പുളി ഒഴിച്ചിട്ടുള്ള സംഭവം, അതായത് തൈര്, പുളി വരുന്ന സംഭവങ്ങളൊന്നും നമ്മൾ അലുമിനിയം പാത്രങ്ങളിൽ കുക്ക് ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണ്? ഈ അലുമിനിയം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും.
ഓക്കെ, ഇപ്പോൾ പിക്കിളിലൊക്കെ ഇപ്പോൾ നാരങ്ങയായാലും സുർക്കയായാലും വിനേഗിരിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പുളി ഉള്ള സംഭവമാകുമ്പോൾ നമ്മൾ ടാർട്ടാറിക് ആസിഡ് അല്ലേ പുളിയിൽ വരുന്ന ആസിഡ്, നമ്മുടെ ടാമറിൻറ്റ്, അങ്ങനത്തെ ആസിഡുകൾ, അങ്ങനെ ഒരുപാട് പുളി രുചിയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ അലുമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യില്ല. കാരണം അലുമിനിയം ഈ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു സോർ ടേസ്റ്റ്, കയ്പുള്ള ടേസ്റ്റ്, നമുക്കത് ഫുഡ് കഴിക്കാനേ കഴിയില്ല, അതുണ്ടാവും. പിന്നെ ആ പാത്രം കേടുവരികയും ചെയ്യും ഗ്രാജുവലി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊറോഷൻ നല്ലതാണോ? കൊറോഷൻ നമ്മൾ മെറ്റലിനെ കേടുവരുത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൊറോഷന് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് കൊറോഷൻ. അപ്പോൾ കൊറോഷൻ നമ്മൾ ആഗ്രഹിച്ച്, അതൊരു നല്ല പ്രോപ്പർട്ടി അല്ല. സോ എന്തൊക്കെയാണ് കൊറോഷൻ്റെ ഡിസഡ്വാൻറ്റേജസ്? ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് മെറ്റൽ ബ്രേക്ക് ഡ്യൂ ടു ദ ഡീറ്റോറിയേഷൻ ഓഫ് ദെയർ സ്ട്രെങ്ത്. അതെ, ഇപ്പം നമ്മളുടെ ഇരുമ്പ് കമ്പി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പിയായിരുന്നു, പക്ഷേ തുരുമ്പ് പിടിച്ച കമ്പി പെട്ടെന്ന് പൊട്ടിപ്പോവും. കാരണം എന്താണ്? അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് നശിച്ചു പോവുക ചെയ്യുന്നത്. കാരണം അവിടെയുള്ള നോർമൽ അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്ന മെറ്റൽ എലമെൻ്റ് അവിടെ ഉണ്ടാവില്ല. അയൺ ഓക്സൈഡ് അങ്ങനെയൊക്കെയാണ്, ഫെറിക് ഓക്സൈഡൊക്കെ ആയിട്ട് അതിങ്ങനെ നിൽക്കുമ്പോൾ അത് വേറെ പ്രോപ്പർട്ടിയാണ് കാണിക്കുക, നമ്മുടെ മെറ്റാലിക് പ്രോപ്പർട്ടിയിൽ നിന്ന് മാറിപ്പോവും. ഓക്കെ, പിന്നെ ഇലക്ട്രിക് സർക്യൂട്ട് സ്റ്റോപ്പ് വർക്കിംഗ്. ഇപ്പം നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ വയറൊക്കെ തുരുമ്പ് പിടിച്ചാൽ എന്താ നടക്കുക? പെട്ടെന്ന് നമ്മളുടെ വയറിങ് ആകെ പ്രശ്നത്തിലാവും. ലൈറ്റ് കത്തില്ല, ഫാന് കത്തില്ല, ഫാന് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ സർക്യൂട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റുക എന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെ എക്കണോമിക് ലോസ്. ഒബ്വിയസ്ലി നമുക്കെന്താണ്? ധനനഷ്ടം. എക്കണോമിക്കലി നമുക്കത് ലോസ്റ്റാണ്. നമ്മൾ അത്യാവശ്യം റേറ്റ് കൊടുത്ത് ഇത് വെച്ചിട്ട് പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ, ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും അത് കേട് വന്നാൽ എക്കണോമിക്കലി നമുക്ക് ഭയങ്കര ലോസാണ്. ഇപ്പോൾ അയണിൻ്റെ ലോസൊക്കെ ഭയങ്കര, നമുക്ക് ലോസ്, നല്ല രീതിയിൽ ലോസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അയൺ കൊറോഡ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യണം, അല്ലേ? അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്.